കോഴിക്കോട് തിരുവമ്പാടിയിൽ വീട് കുത്തി തുറന്ന് കവർച്ച നടത്തിയ കേസിൽ ഒരാൾ പിടിയിലായിരിക്കുന്നു. വീട് കുത്തി തുറന്ന് സ്വർണവും ഡിജിറ്റൽ ക്യാമറയും കവർന്ന കേസിലാണ് അമ്പായത്തോട് സ്വദേശി രമേശ് പിടിയിലായത്. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന പ്രതികൾക്കായി തിരച്ചിൽ തുടരുകയാണ്. ഷാഹിദ് റഹ്മാനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഷാഹിദ്, എത്ര പേരുണ്ടായിരുന്നു ഈ കവർച്ചയിൽ? ഒരാൾ പിടിയിലായിട്ടുണ്ട്. മറ്റുള്ളവർക്കായിട്ടുള്ള തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? മറ്റുള്ളവർക്കായുള്ള തിരച്ചിൽ അത് ഊർജിതമായി നടക്കുകയാണ്. ഈ പ്രതികളെയൊക്കെ തന്നെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുന്നക്കൽ വഴിക്കടവുള്ള നോയലിന്റെ വീട്ടിലായിരുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെ ഈ മോഷണം നടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പിടിയിലായിട്ടുള്ള പ്രതിയുടെ പേര് അമ്പായത്തോട് സ്വദേശിയായിട്ടുള്ള രമേശ് എന്ന് പറയുന്ന പ്രതിയാണ്. ഇയാളെ തിരുവമ്പാടി പോലീസാണ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഈ നോയലിന്റെ വീട്ടിൽ ആളില്ലാത്ത ഒരു വീടാണ്. ഇവർ വിദേശത്തായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇവരുടെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 2.5 പവൻ സ്വർണവും ഒപ്പം തന്നെ ഒരു ക്യാമറയും ഏകദേശം 1.5 ലക്ഷത്തോളം രൂപ വില വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ക്യാമറയെ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീടും പരിസരവും കൃത്യമായി അറിയാവുന്ന ആളുകളാണ് ഈ പ്രതി എന്ന കാര്യം ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രവുമല്ല CCTV ദൃശ്യങ്ങളിൽ കൃത്യമാണ് ആരൊക്കെയാണ് അവിടെ വന്നിട്ടുള്ളത് എന്നും അവർ എന്തൊക്കെയാണ് ചെയ്തത് എന്ന കാര്യം വളരെ വ്യക്തമാണ്. കാരണം ഈ പ്രതികൾ ചില ആളുകൾ മുഖംമൂടി ധരിച്ചിട്ടുണ്ടെങ്കിൽ മറ്റു ചിലർ മുഖംമൂടി ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രവുമല്ല അവർ സംസാരിക്കുന്നതുൾപ്പെടെ ആ ക്യാമറയിൽ പതിഞ്ഞിട്ടുമുണ്ട്. വീടിന്റെ പല ഭാഗങ്ങളിൽ സഞ്ചരിക്കുകയും ഏറ്റവും ഒടുവിൽ വീടിന്റെ ഈ ഡോറ്, അതായത് പുറകിലെ ഡോറ് പൊളിച്ചാണ് ഈ പ്രതികൾ അകത്ത് കയറുകയും പിന്നീട് ഈ സ്വർണവും ഒപ്പം തന്നെ ഈ ക്യാമറയും മോഷ്ടിച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഈ വീട്ടിലെയും ഒപ്പം തന്നെ സമീപ പ്രദേശങ്ങളിലെ CCTV ഒക്കെ തന്നെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ മോഷണം നടന്ന ഒരു ദിവസം അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരാളെ പിടികൂടി എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് വളരെ പ്രശംസ അർഹിക്കുന്ന ഒന്നാണ്. ഇനി ബാക്കി പ്രതികൾ കൂടിയുണ്ട്. ആ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരെയും ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും അടുത്ത ദിവസം അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഒരു പ്രതി പിടിയിലായിട്ടുണ്ട്. അമ്പായത്തോട് സ്വദേശി രമേശ് ആണ് പിടിയിലായത്. മറ്റുള്ളവർക്കായിട്ടുള്ള തെരച്ചിൽ തുടരുകയാണ്.